വാർത്താ ചാനലുകളും റേഡിയോയും ഒക്കെ ഉൾപ്പെടുന്ന മാധ്യമങ്ങൾ ആളുകളിലേക്ക് വിവരങ്ങൾ എത്തിക്കാനുള്ള മാർഗങ്ങളാണെങ്കിലും അതിലുപരി ഒരു സമൂഹത്തെ ബോധവാന്മാരാക്കുക എന്ന അടിസ്ഥാന ധർമ്മം കൂടെയുണ്ട് ഓരോ മാധ്യമങ്ങൾക്കും. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19 അഭിപ്രായ സ്വാതന്ത്ര്യം നൽകുമ്പോൾ മാധ്യമങ്ങൾ പൊതുസംപ്രേക്ഷണം, സ്വതന്ത്രമായ അഭിപ്രായ പ്രകടനം തുടങ്ങിയവയ്ക്കുള്ള അവകാശവും അതിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാധ്യമ പ്രവർത്തകർക്ക് ഒരു സാധാരണ പൗരനേക്കാൾ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ സമൂഹത്തിനോടുണ്ട്. എന്നാൽ ഇതൊന്നും മനസ്സിലാക്കാതെയാണ് പലരും മാധ്യമങ്ങളെയും മാധ്യമ പ്രവർത്തകരെയും ചോദ്യം ചെയ്യുന്നത്. വാർത്തയുടെ അതിർവരമ്പുകൾ ഒന്നും ഭേദിക്കാതെ വിവരങ്ങൾ ആരായുന്ന മാധ്യമ പ്രവർത്തകരോട് എന്നോടിത് ചോദിക്കാൻ നിങ്ങൾ ആരാണെന്നും മാധ്യമങ്ങൾ ആരാണെന്നും ഒക്കെയാണ് ചിലരുടെ ചോദ്യങ്ങൾ. ഇത്തരത്തിൽ മാധ്യമപ്രവർത്തകരോട് തട്ടിക്കയറിയതിന്റെ പേരിൽ വീണ്ടും സോഷ്യൽ മീഡിയയിൽ തരംഗമായിരിക്കുകയാണ് അഭിനേതാവും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി. ജബൽപൂരിൽ മലയാളി വൈദികരെയും സംഘത്തെയും ആക്രമിച്ച സംഭവത്തിൽ ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകന് നേരെയാണ് സുരേഷ് ഗോപി ക്ഷുഭിതനായത്. ഉത്തരം പറയാൻ സൗകര്യമില്ലെന്നും ചോദ്യങ്ങൾ CPM രാജ്യസഭാ MP ജോൺ ബ്രിട്ടാസിന്റെ വീട്ടിൽ വെച്ചാൽ മതിയെന്നുമൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം. എന്നാൽ മാധ്യമങ്ങൾക്ക് നേരെയുള്ള ഇത്തരം പരാമർശങ്ങൾ സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നും ആദ്യമായിട്ടല്ല. ഇതിനു മുന്നേ തനിക്ക് മാർഗതടസ്സം ഉണ്ടാക്കി എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾക്കെതിരെ ഇദ്ദേഹം പരാതി നൽകിയിരുന്നു. എന്നാൽ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയപ്പോഴും സുരേഷ് ഗോപി തന്റെ നടന വൈഭവം കൈവിടാത്തത് കൊണ്ടാവാം ഇങ്ങനെയെന്നായിരുന്നു ബ്രിട്ടാസിന്റെ പ്രതികരണം. രാഷ്ട്രീയത്തിലും സുരേഷ് ഗോപിക്ക് ഒരു സ്ക്രിപ്റ്റ് റൈറ്ററിനെ ആവശ്യമുണ്ടെന്നും ബ്രിട്ടാസ് അഭിപ്രായപ്പെട്ടു. എന്നാൽ സുരേഷ് ഗോപിക്ക് അല്ല പ്രശ്നമെന്നും ജയിപ്പിച്ച തൃശൂർക്കാർക്കാണ് കുഴപ്പമെന്നുമായിരുന്നു മന്ത്രി KB ഗണേഷ് കുമാറിന്റെ പരാമർശം. അദ്ദേഹത്തോട് കട്ട് പറയേണ്ടത് ജനങ്ങളാണെന്നായിരുന്നു മന്ത്രിയുടെ ഭാഗം. ഒരു ജനാധിപത്യ രാജ്യത്ത് മാധ്യമങ്ങൾക്ക് എന്തു പങ്ക് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം പറഞ്ഞാൽ കുറച്ചേറെ പറയേണ്ടി വരും.